കൂട്ടുകാരെ, ഇന്ന് ഈ ക്ലബ്ബിലെ സാറ് ഇന്നൊരു ക്ലാസ് ആയിട്ട് പറഞ്ഞു തരാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ആ ക്ലാസ് കുറേ പേർക്ക് ഉപകാരപ്രദമാകും. അപ്പോൾ നമുക്ക് ആ സാറിനെ കൊണ്ട് ക്ലാസ് എങ്ങനെയാണ് പഠിപ്പിക്കുന്നതെന്നും ഏത് രീതിയാണെന്നും അതിൻ്റെ എല്ലാ ഡീറ്റെയിലും പറഞ്ഞു തരും. അപ്പോൾ നമുക്ക് സാറിനെ കൊണ്ട് സംസാരിപ്പിക്കാം. നേരത്തെ നമ്മളൊരു ഇത് ചെയ്തായിരുന്നു, വീഡിയോ ചെയ്തായിരുന്നു നമ്മുടെ ക്ലാസ്സിൻ്റെ കാര്യം. ഇപ്പോൾ നമുക്ക് ഇത് ഇവിടെ നോക്കി വെക്കേഷൻ ക്ലാസ്സാണ്. ഇപ്പോൾ ഒരു 6 മുതൽ ഉള്ള പിള്ളേർ ഇവിടെ ഉണ്ട്. 6 മുതൽ 9 വയസ്സ് വരെ ഇവിടെ ഉണ്ട്. അവരെ ഒരു ലോജിക്കൽ ഗ്രൂപ്പ് ചെയ്തിരിക്കുകയാണ്, പുതിയതായിട്ട് വന്ന പിള്ളേർ. അപ്പോൾ അവരെ നമ്മൾ ഡിസ്റ്റൻസ് നിർത്തി പേരൻസിന് അതിൻ്റെ ഗൈഡൻസിനായിട്ട് കൂടെ നിർത്തിയിട്ടുണ്ട്. നമുക്ക് അവരെയും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. അവർക്ക് ഇങ്ങനെ ഒരു ക്ഷമയുണ്ടാവില്ല. പിള്ളേർ ഇങ്ങനെ അവരെ ഗൈഡ് ചെയ്ത് അത് നിലയ്ക്ക് നിർത്താൻ പേരൻസ് കൂടെ ഉണ്ട്. അപ്പോൾ ഇവിടെ അവർക്ക് ഇപ്പോൾ അവർ ഗ്രിപ്പ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് നമ്മൾ ഓൾറെഡി പേരൻസിന് ഗൈഡ് ചെയ്തിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അവരെ ചെക്ക് ചെയ്യും, അവർക്ക് അതിൻ്റെ ഹെൽപ്പ് ചെയ്യും. ഈ പിള്ളേരും വലിയ പിള്ളേരാണ്. ഇവർക്ക് പക്ഷേ കുറച്ചും കൂടി കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും ഇൻഡിപെൻഡൻ്റ് ആയിട്ട്. അവർക്ക് ഇന്നലെ പഠിപ്പിച്ചതിൻ്റെ അസൈൻമെൻറ്റ് ഉണ്ടായിരുന്നു. അതാണ് നമ്മളിപ്പോൾ അവർ എഴുതിക്കൊണ്ട് വന്നു അസൈൻമെൻറ്റ്. അപ്പോൾ ഇതിനെപ്പറ്റി നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ഇത് നമ്മൾ ഇന്നലെ ചെയ്യിപ്പിച്ചത് ഹൈ സർവാണ്. ഹൈ സർവീസിൻ്റെ ഇതാണ് ഇവർക്ക് ചെയ്തത്. അപ്പോൾ ഈ കോട്ടിൽ ഇവിടെ നിന്ന് അവർ അങ്ങോട്ട് ഹൈ സർവ് ചെയ്യും. അപ്പോൾ ഇവിടെ ഓൾറെഡി കുറച്ച് അറിയാവുന്ന പിള്ളേരാണ്. നമ്മുടെ ക്യാമ്പ് ഓൾറെഡി അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന പിള്ളേരാണ്. അവർ ഈ കോട്ടിൽ അവർക്ക് നമ്മൾ ഡ്രിൽസ് കൊടുക്കും. അപ്പോൾ അവർ ആ ഡ്രില്ല് ചെയ്യും. അവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യാൻ കഴിവുള്ള പിള്ളേരാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളിപ്പോൾ ഈ 2 കോട്ടിനെ മാനേജ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിലവിൽ. ഓക്കെ, അപ്പോൾ ഇവർ പ്രാക്ടീസ് ചെയ്യുന്നത് കാണാം. ഇവരിപ്പോൾ പുതിയതായിട്ട് പ്രാക്ടീസ് ചെയ്യുകയാണ്. ഓക്കെ, കം ഹിയർ ഗൈസ്. ഓരോരുത്തർ മാറി മാറി വന്ന് ചെയ്യുക. അവർ പഠിക്കുകയാണ്, തിയറി അറിയുള്ളൂ. ഇനി അത് ഓരോന്ന് പ്രാക്ടിക്കലായിട്ട് ചെയ്ത് നോക്കുകയാണ്. ഇപ്പോൾ കണക്ഷൻ ചിലർക്ക് കിട്ടില്ല, ചിലർക്ക് താഴെ പോകും, ചില നേരെ മുകളിലേക്ക് ഇതുപോലെ പോകും. ഇനി അത് പുറകോട്ട് പോകണം അൾട്ടിമേറ്റ്ലി. ഇപ്പോൾ അതൊരു വാലിഡ് സർവാണ്. ആ സർവീസ് വാലിഡാണ്. അടുത്ത ആൾ വരിക, അടുത്ത ആൾ വന്ന് ഇതുപോലെ ചെയ്യുക. അപ്പോൾ അവർ റൂൾസൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ഒരു സർവ് ചെയ്യുന്നത്, സർവ് എപ്പോഴാണ് ഫോൾട്ട് ആവുന്നത്, ഇതെല്ലാം അവർ പഠിച്ച് അവർ തിയറി എഴുതിക്കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആ കുട്ടിയുടെ അതേ സൈഡിലേക്ക് പോയി, അത് ഇപ്പുറത്തെ സൈഡിലേക്ക് വരണം. മനസ്സിലായില്ല? അപ്പോൾ ഡയറക്ഷൻ കൊടുക്കണം. ഇങ്ങനെ നമ്മൾ ഓരോ ഗൈഡൻസ് അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കും. പിന്നെ അവർ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മളിങ്ങനെയാണ് ആ ടൈം ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ കണ്ടിന്യൂ പ്രാക്ടീസ്. ആ സൈഡിലേക്ക് പോകണമെങ്കിൽ നമ്മൾ ആ സൈഡിലേക്ക് ഡയറക്ഷൻ കൊടുക്കണം. ഓക്കെ, ഗെറ്റ് റെഡി ഫോർ ഹോൾഡിങ്ങിലേക്ക് കപ്പൊക്കെ പോയി, പിന്നെ റാക്കറ്റ് അപ്പായി അല്ലേ? ഇതാണ് നമ്മൾ പറയുന്നത്. ആ പഠിപ്പിച്ചൊരാണ് നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ റാക്കറ്റ് താഴെ ഷട്ടിൽ മുകളിൽ ആ ഇനീഷ്യൽ പൊസിഷൻ ഹോൾഡ് ചെയ്യും. അവിടുത്തെ ഇനീഷ്യൽ പൊസിഷൻ റാക്കറ്റ് ഇസ് ടു ഹൈ. ഓക്കെ, ആ റാക്കറ്റ് താഴെ നിന്ന് തന്നെ വരണം. ഓക്കെ, സോ ഗോ ഹെഡ് നെക്സ്റ്റ് പേഴ്സൺ. ഓക്കെ, ഇവിടെ ഈ പിള്ളേർ നമുക്ക് എന്ത് ചെയ്യുന്നതാണ്, ഇവർക്കിപ്പോൾ ഗ്രിപ്പാണ് നമ്മൾ പഠിപ്പിച്ചത്. ഓക്കെ, അപ്പോൾ അവർ ഗ്രിപ്പ് സ്വിങ്ങിങ്ങിൻ്റെയും അവർ ആ ഗ്രിപ്പ് എടുക്കുന്നത് പ്രാക്ടീസ് ചെയ്യുകയാണ്. നമ്മൾ ചില ഐഡിയാസ് കൊടുത്തിട്ടുണ്ട്. അതാണ് ഷേക്ക് ആൻഡ് ഗ്രിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഗ്രിപ്പ് ഹോൾഡ് ചെയ്യുന്നതും ആ റാക്കറ്റ് വീശുന്നതൊക്കെ അവർ കംഫർട്ടബിൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരും ഓരോ സ്റ്റേജിൽ കണ്ടില്ലേ? അത് വളരെ കഷ്ടപ്പെട്ട് പ്രാക്ടീസ് ചെയ്യണം. അവരുടെ ഹാർഡ് വർക്ക് ഉണ്ട്. വെരി ഗുഡ് ജോബ്. കാരണം ഇത് നമ്മൾ സാധാരണ ഔട്ട്ഡോർ ബാഡ്മിൻ്റൺ കളിക്കുന്നതിന് ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. നമ്മൾ റാക്കറ്റ് പിടിക്കുന്നതോ അടിക്കുന്നതല്ല. അവിടെ നമുക്ക് ജസ്റ്റ് ഷട്ടിലിനെ തഴുകി വിട്ടാൽ മതി. ഇവിടെ നമുക്ക് പവർ ജനറേറ്റ് ചെയ്യണം. അപ്പം അതിനാണ് ഈ കുട്ടികൾ ആ ടെക്നീക്ക് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ സാർ, ഈ മോന് എത്ര നാൾ പഠിക്കേണ്ടി വരും? ഇത് എത്ര നാളോട്ട് പഠിക്കുന്നുണ്ട്? ഈ മോന് ആക്ച്വലി ഒരു 3 കൊല്ലത്തോളമായിട്ട് ഇപ്പം പഠിക്കുന്നുണ്ട്. അവനിപ്പോൾ 9 വയസ്സായി. ഓക്കെ, അപ്പോൾ ഒരു 6 വയസ്സ് മുതൽ അവൻ പഠിക്കുന്നുണ്ട്. അറിയാമല്ലോ, കുറച്ച് ഗ്യാപ്പുകളൊക്കെ വരും. 3 കൊല്ലം ഇങ്ങനെ പഠിക്കുമ്പോഴത്തേക്കും ഇവനിപ്പോൾ ഒരു ടൂർണമെൻറ്റിലെല്ലാം പങ്കെടുക്കുന്ന ഒരു ലെവലിലായിട്ട് സ്റ്റേറ്റ് ടൂർണമെൻറ്റിലെല്ലാം അവർ വിന്നിങ്സ് എല്ലാം ഉണ്ട്. അപ്പോൾ കളിക്കാൻ പറ്റുന്നുണ്ട്. ആ ഒരു ലെവലിലേക്ക് അവരെത്തിച്ചു. അതിന് വേണ്ടത് അത്യാവശ്യം അവർക്ക് കോർട്ടിൽ മൂവ്മെൻറ്റ് എങ്ങനെയാണെന്നുള്ളത് അറിയണം. പിന്നെ നല്ല സ്ട്രോക്സ് കാര്യങ്ങളൊക്കെ പഠിക്കണം.
കുറച്ച് സ്ട്രാറ്റജിയും കാര്യങ്ങളൊക്കെ പഠിക്കും. ഇത്രയൊക്കെ നമ്മൾ അവരെ പഠിപ്പിക്കാൻ പറ്റും. ഇനി ഒരുപാട് ഡെവലപ്മെൻറ്റ് അവർക്ക് ചെയ്യാനുണ്ട്. ഈ മോനൊക്കെ എത്ര വർഷം കൊണ്ട് പഠിച്ചു കഴിയും? എത്ര മാസമാണ് കഴിവനുസരിച്ച്? ബാഡ്മിൻ്റൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിപ്പിക്കുകയാണെങ്കിൽ ഒരു നൃത്തമൊക്കെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ടല്ലോ. ഡാൻസൊക്കെ അവർക്ക് പലർക്കും അറിയാവുന്ന ഡാൻസാണ്. അപ്പോൾ ഡാൻസിനൊക്കെ വിട്ടു കഴിഞ്ഞാൽ ഒരു 10 കൊല്ലത്തോളം ആ കൊച്ച് അഭ്യസിച്ച് കഴിയുമ്പോഴാണ് ആ കൊച്ച് നന്നായിട്ട് അരങ്ങേറ്റവും കാര്യങ്ങളും പ്രാക്ടീസാണല്ലേ സാർ? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യണം. നമ്മളിതൊരു നമുക്കത് ഇപ്പോൾ ഡാൻസിൽ തന്നെ സിനിമാറ്റിക് ഡാൻസ് ഉണ്ട്. അത് അഭിരുചി അനുസരിച്ച് ആളുകൾ സ്റ്റെപ്പ് പഠിച്ച് അതങ്ങനെ ചെയ്യും. ഫാസ്റ്റ് ഫുഡ് പോലെയാണല്ലേ. പിന്നെ ശാസ്ത്രീയമല്ല, അവർ ജസ്റ്റ് ചെയ്യുന്നു, എക്സസൈസിന് വേണ്ടി ആവാം, അങ്ങനെ ചെയ്യുന്നു. അങ്ങനെ ബാഡ്മിൻ്റനും ചെയ്യാൻ പറ്റും. പക്ഷെ അതിനകത്ത് ഒരുപാട് തെറ്റുകളും കാര്യങ്ങളൊക്കെ വരും. ശരിയായ രീതിയിൽ പഠിപ്പിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതാണ് അതിൻ്റെ വ്യത്യാസം. അപ്പോൾ നമുക്ക് ശരിയായ രീതിയിൽ പഠിക്കുകയാണെങ്കിൽ എന്താണ് ഗുണം? നമുക്ക് ഒന്ന് ഇഞ്ചുറി പ്രിവെൻഷൻ ഉണ്ടാവും. ഇഞ്ചുറികൾ നമുക്ക് ഉണ്ടാകുന്ന പരിക്കുകൾ അത് കുറയും. നമ്മൾ പെട്ടെന്ന് പഠിക്കാൻ നോക്കുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ സ്കിപ്പാവും. അപ്പോൾ നമുക്ക് പരിക്കുകളും കാര്യങ്ങളെല്ലാം വരും. നമുക്ക് നല്ല രീതിയിലുള്ള കളി ആസ്വാദനം എല്ലാം കുറയും. കുറേ നാൾ ബ്രേക്ക് ആവും. പിന്നെ ചിലപ്പോൾ ആ കളിയിലേക്ക് തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിലും വരാം. അപ്പോൾ നമ്മൾ ചെറിയ പിള്ളേർക്ക് എന്തെല്ലാം ഇഞ്ചുറി പ്രിവെൻഷനാണ് ചെയ്യേണ്ടതെന്നുള്ളത് കൂടി പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്താലേ പറ്റുള്ളൂ. ഓരോ കാര്യങ്ങളും അവർ ഒരു സ്റ്റെപ്പ് ഇപ്പോൾ അവർ ഇന്നലെ പഠിപ്പിച്ച ആ ഒരു പാഠങ്ങൾ നമ്മൾ അവരെ അഭ്യസിച്ച് നല്ല രീതിയിൽ ചെയ്യാതെ അവരെ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ അവർക്ക് അത് കുറച്ച് തെറ്റുകൾ അവിടെ കിടക്കും. അത് അവർ കുറച്ചുകൂടി ശ്രദ്ധിച്ച് പോകും. പിന്നെ ചിലപ്പോൾ പേരൻസിനാണെങ്കിൽ ഇതിന്റെ ഈ പറഞ്ഞ പോലെ വ്യക്തതയില്ലാതെ അവരും തിടുക്കം കൂട്ടും. ചിലപ്പോൾ ഇതുപോലെ ഒരു വെക്കേഷൻ ക്ലാസ് വന്നിട്ട് ഒന്നാമത് പിള്ളേർ കുറച്ച് ഒരു സന്തോഷിക്കാൻ കൂടിയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഫുൾ ടൈം അവരെ ഇട്ടിട്ട് അവരും ബോറടിച്ച് വീട്ടിൽ പോയി പറയും ഇല്ല എനിക്കിനി പോകണ്ട. അപ്പോൾ അവരുടെ ഇൻട്രസ്റ്റും കൂടി നമ്മൾ വളർത്തിയെടുക്കണം. അവരെ കുറച്ച് കാര്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി ഇതാണ് ഒരു ടീച്ചറിന്റെ ഒരു റെസ്പോൺസിബിലിറ്റി. അപ്പോൾ ഈ സമയത്തിനുള്ളിൽ നമുക്ക് ആ കറക്റ്റ് സമയം കിട്ടാതെ പേരൻസ് പറയും ഇതിന്ന് വലിയ മെച്ചം കിട്ടിയില്ല, അവൻ പണ്ട് അടിക്കുന്നത് പോലെയൊക്കെ തന്നെ അടിക്കും. അവൻ പണ്ട് അടിക്കുന്നത് പോലെ അടിക്കുന്നു, പക്ഷെ അവൻ ഗ്രിപ്പ് ചിലപ്പോൾ കറക്റ്റ് ആക്കിയിട്ടുണ്ടാവും. അവൻ്റെ സ്ട്രോക്ക് ചിലപ്പോൾ ഒരേ സ്ഥലത്തായിരിക്കും പോകുന്നത്. അത് കുറച്ച് നമ്മൾ പതുക്കെ ക്ഷമയോടെ ടീച്ചറും ആ കുട്ടിയും പേരൻസിൻ്റെയും ക്ഷമ അനുസരിച്ചാണ് നമുക്ക് ആ റിസൾട്ട് കുറച്ച് നന്നായിട്ട്. ക്ഷമ വേണം. എന്ത് പഠിക്കാനാണെങ്കിലും വേണ്ട ക്ഷമ ഇവിടെയും നമുക്കത് ആവശ്യമാണ്. ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പഠിപ്പിക്കൽ വളരെ ഇഷ്ടമാണ്. ഞാനൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. ഞാൻ ഒരുപാട് വർഷം സോഫ്റ്റ്വെയറിൽ വർക്ക് ചെയ്ത വ്യക്തിയാണ്. അന്നേ ഞാൻ സ്കൂളുകളിലൊക്കെ വോളണ്ടിയർ ആയിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് ഫുൾ ടൈം നമ്മളൊരു ഇതായിട്ട് നമ്മളിപ്പോൾ ഒരു വളരെയധികം ടൈം ഇതിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇഷ്ടമായതുകൊണ്ട് സാറിന് ഇഷ്ടമായതുകൊണ്ട് അതെ, ഞാൻ ഇപ്പോൾ ഇതിനകത്ത് നിൽക്കുന്നതുകൊണ്ട് ഞാനിപ്പോൾ ഒരു കേരള സ്റ്റേറ്റ് കോച്ചാണ്. അതിൻ്റെ പ്രാക്ടീസ് സർട്ടിഫിക്കേഷൻ എടുത്തിട്ടുണ്ട്. സായിയുടെ പരീക്ഷകൾ എഴുതി പാസ്സായിട്ടുണ്ട്. പിന്നെ നമ്മൾ അത് കൂടാതെ അൺഒഫീഷ്യലായിട്ടും പല സീനിയർ കോച്ചസിൻ്റെ കൂടെ നിന്ന് നമ്മൾ ഇതിൻ്റെ കാര്യങ്ങൾ പിള്ളേരെ പഠിപ്പിക്കേണ്ട പല കാര്യങ്ങളും പഠിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കേരള സ്റ്റേറ്റ് അമ്പയറുമാണ്. അപ്പോൾ റൂൾസും നമുക്ക് നന്നായിട്ട് പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഓരോന്നും പഠിപ്പിക്കുമ്പോൾ അതിൻ്റെ റൂൾസ് എന്താണ് എന്നുള്ളത് നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും. ഞാൻ സ്റ്റേറ്റിൻ്റെ അമ്പയറിങ്ങിനെല്ലാം പോകുന്ന ആളാണ്. ഇത് വേണ്ടത് നമ്മൾ ആ പിള്ളേരുടെ ഈ പറഞ്ഞ പോലെ അവരുടെ ഒരു സന്തോഷവും കണക്കിലെടുക്കണം. എന്നാൽ നമ്മൾ അവരുടെ തെറ്റുകൾ കറക്റ്റായിട്ട് തിരുത്തി മുന്നോട്ട് പോവുകയാണ് ആണ് വേണ്ടത്. കോർട്ട് എന്ന് പറയുന്നത് ഒരു 44 ഫീറ്റ് ബൈ 20 ഫീറ്റ് ആണ് ഈ കോർട്ടിന്റെ ഇത് വരുന്നത്. ഈ കോർട്ടിൽ നമ്മൾ സിംഗിൾസും ഡബിൾസും എല്ലാം കളിക്കുമ്പോൾ നമുക്ക് നല്ല രീതിയിലുള്ള ഫിറ്റ്നസ് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. എക്സസൈസ് നമുക്ക് ലഭിക്കുന്നു. അതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. കാല് പൊങ്ങുന്നു അവിടെ, കാല് പൊങ്ങുന്നു. സെർവ് ചെയ്യുമ്പോൾ കാല് ഫോൾട്ടാണ്. സെർവ് ചെയ്യുമ്പോൾ ഉള്ള റൂൾ അതാണ് ഞാൻ പറഞ്ഞു കൊടുത്തത്. അവരിപ്പോൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരുടെ ഓരോ തെറ്റും നമ്മൾ നോക്കിയിട്ട് തിരുത്തി കൊടുക്കും. ഇന്നലെ പറഞ്ഞതുപോലെ കാല് വയ്ക്കാനുള്ളൊരു ശ്രമമാണ് അവരുടെ ഭാഗത്ത് നിന്നുണ്ടാവും. റാക്കറ്റ് പിടിക്കുന്നതും ഡ്രോപ്പ് ചെയ്യുന്നതും. ഈ റാക്കറ്റ് ഷട്ടിൽ കുറച്ചും കൂടി ആ ഒരു ഗ്യാപ്പ് വരുമ്പോൾ കുറച്ചും കിട്ടും. അത് നമ്മൾ പതുക്കെ പറഞ്ഞു അവർക്ക് ആ ഒരു ഫോഴ്സ് അതിന് കിട്ടും. നീഡ്സ് പ്രാക്ടീസ്. ഓക്കെ, താങ്ക് യു സാർ. ഇത്രയും വിവരണം തന്നതിന് ഒരുപാട് നന്ദി. ഓക്കെ, ഇനി നമുക്ക് അടുത്ത കുട്ടികളൊക്കെ പഠിച്ചിട്ട് ആ വീഡിയോയിൽ നമുക്ക്